ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാഞ്ഞിരക്കൊല്ലിയിൽ നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് ഇപ്പോഴും പാതി വഴിയിൽ. ടൂറിസം സീസൺ ആരംഭിച്ചിട്ടും ഏറെ വിനോദസഞ്ചാരികൾക്ക് ഉപകാരമാകേണ്ട കെട്ടിടം കാട് കയറി നശിക്കുകയാണ്. അന്യസംസ്ഥാനക്കാർ വരെ ശുചിമുറിക്കായി നെട്ടോട്ടമോടുകയാണ്. മലയോരത്തെ പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രമായ കാഞ്ഞിരക്കൊല്ലിയിൽ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ₹1 കോടി ചെലവിട്ടാണ് ശശിപ്പാറ റോഡിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്ക് തുടക്കമിട്ടത്. വിനോദസഞ്ചാരികളുടെ വലിയ ഒഴുക്കുള്ള മലയോര മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. പദ്ധതി പ്രഖ്യാപിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണം പൂർത്തിയാകാത്തത് വിനോദസഞ്ചാരികളെ വലയ്ക്കുകയാണ്. ശുചിമുറികൾ, വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവ ഇല്ലാത്തത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സഞ്ചാരികളെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. വനം, ടൂറിസം വകുപ്പ് അധികാരികളോ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വനംവകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള അളകാപുരി വെള്ളച്ചാട്ടം തുറന്നതോടെ വിനോദസഞ്ചാരികളുടെ ഒഴുക്കാണ്. സമീപത്തെ വീടുകളിലാണ് ശുചിമുറി തേടി സഞ്ചാരികൾ പോകുന്നത്. ഇതും നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാവുകയാണ്. ഇവിടെ കർണാടകത്തിൽ നിന്നും പല നാടുകളിൽ നിന്നും ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ബാത്റൂം സൗകര്യമോ അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നുമില്ല. 5 വർഷമായിട്ട് ഇതിൻ്റെ ഒരു കാര്യത്തിന് തീരുമാനമായിട്ടില്ല. അയൽവക്കത്തുള്ള ആൾക്കാർക്കെല്ലാം മൂത്രം ഒഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോയി ശല്യങ്ങളായി തീർന്നിട്ടുണ്ട്. വന്നു കഴിയുമ്പോൾ മൂത്രം ഒഴിക്കാൻ വേണ്ടി സൗകര്യമില്ലാഞ്ഞിട്ട് അടുത്തുള്ള വീടുകളിലെല്ലാം പോയിട്ട് അവർക്കൊരു ശല്യമായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് ഒഴുകുന്ന സ്ഥലമാണ് കാഞ്ഞിരക്കൊല്ലി. ₹1 ഫീസ് കൊടുക്കണം. ശശിപ്പാറ കാണാൻ ₹60 ഫീസ് കൊടുക്കും. പാവപ്പെട്ട വീട്ടിലെ 10 പേര് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണാതെ തിരിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ശശിപ്പാറയിൽ ഒരു ചെറിയ മൂത്രപ്പരയുണ്ട്. വെള്ളച്ചാട്ടത്തിൽ ഇതൊന്നുമില്ല. വരുന്നവരെല്ലാം നമ്മളോട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്. നമ്മളോടൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല വീടുകളിലാണ് ഇതിൻ്റെ സൗകര്യങ്ങളാക്കി കൊടുക്കുന്നത്. അവർക്കും ഒരു ബുദ്ധിമുട്ടായി തീർന്നു. പലരും ഇതിന് പരാതി പറയുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് ഇക്കാര്യത്തിൽ ആദ്യം കാട്ടിയ ജാഗ്രത പിന്നീട് കാണിക്കാത്തത് ഇവിടെ എത്തുന്നവരെ വലയ്ക്കുകയാണ്. അറ്റകുറ്റപ്പണികളുടെ കുറവ് കാരണം നിർമ്മാണം പാതി വഴിയിലായ കെട്ടിടങ്ങൾ കാട് കയറി നശിക്കുകയുമാണ്. കെട്ടിടം ഇനിയും തുറന്നില്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറാൻ സാധ്യതയുമുണ്ട്. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതി അടിയന്തരമായി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.